ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരുപാട് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ, അതിൽ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ റവന്യൂ എത്രയാണ്? അതായത് ഓരോ മാസവും ഒരുപാട് റവന്യൂ നേടുന്നവരുണ്ടാവുമല്ലോ, അതിലെത്രയാണ്, എത്ര എമൗണ്ടാണ് ഏറ്റവും വലുത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ഒരു സംശയം ചോദിക്കാൻ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. തൊട്ട് മുമ്പേയുള്ള ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പരാമർശിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴും ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത ഈ ഒരു സമയത്ത് നിങ്ങൾക്കും ഈ ഒരു രീതിയിൽ സംശയം വന്നേക്കാം. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ ചാനലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ റവന്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ ഒരു ചാനലാണ്. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ലോഗിനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അവരുടെ റവന്യൂ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം. സിൽവർ പ്ലേ ബട്ടനൊക്കെ കിട്ടിയ സബ്സ്ക്രൈബറാണ്. ചാനലിൻ്റെ പേര് ജിനീസ് കിച്ചൺ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അവരുടെ റവന്യൂ 19,131. ലാസ്റ്റ് 28 ഡേയ്സിൽ $19,131 ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട്. വളരെ വലിയൊരു ഡോളറാണെന്ന് പറയാം. പലരും ഇപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേ അവർക്ക് ഏകദേശം 1,34,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മില്യൺസ് വ്യൂസും വരുന്നുണ്ട്. അപ്പോൾ $19,131 എൻ്റെ ഒരു സബ്സ്ക്രൈബർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന. അപ്പോൾ ഈ ഒരു $19,131 അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആർക്കാണ്? എനിക്കാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് മറ്റ് റീച്ച് ആകാത്ത ക്രിയേറ്റേഴ്സിനൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ കൺട്രോൾ ചെയ്യുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ ചാനലാണ്. $19,131 അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ $86 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ പലർക്കും സംശയം ഉണ്ടായിരിക്കും ഇത് ഡോളറിലല്ലേ എന്നുള്ളത്. ഡോളറിലാണ്. മില്യൺസ് വ്യൂസ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് മാറ്റുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ $19,131 എന്നുള്ളത് 16,57,686 രൂപയായി. അതായത് ഓരോ മാസവും ആവറേജ് 28 ഡേയ്സിൽ 16,57,000 രൂപ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ക് ഞാൻ ഏതെങ്കിലും ഒരു ക്രിയേറ്റർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ, ഇത്രയും വരുമാനം കിട്ടുന്നുണ്ട്, ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റാർക്കും അറിയാത്ത എന്തോ ഒരു അത്ഭുത സെറ്റിങ്സ് ഞാൻ ഈ ഒരു ചാനലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ഈ ഡോളർ കിട്ടുന്നത്, ഇവർക്ക് മാത്രം കിട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? എൻ്റെ സബ്സ്ക്രൈബറാണ്, ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അയച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ഞാനതിലെന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും ഞാൻ നേടിത്തരാം എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത് ഞാൻ സ്ക്രീൻഷോട്ടാണ് കാണിച്ചത്. ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തതാണെന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പറഞ്ഞതാണെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് കാണിക്കാതെ പറയുമ്പോൾ അത് കളവ് പറയുകയാണെന്ന് പറയാം. പക്ഷേ ഇതിങ്ങനെ സ്ക്രീൻ റെക്കോർഡ് കാണിക്കുമ്പോൾ അനലിറ്റിക്സും എല്ലാ കാര്യം എടുത്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചാനലിൽ മെൻഷൻ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ. ഇപ്പോൾ ഇത് ലാസ്റ്റ് 28 ഡേയ്സിലെ റവന്യൂ മാത്രമാണ്. ഇനി നമുക്ക് അനലിറ്റിക്സ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. അനലിറ്റിക്സ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കാണാം, ഫെബ്രുവരിയിൽ ഇപ്പോൾ തന്നെ $15,384 ജനുവരിയിൽ 12,153, ഡിസംബറിൽ 13,000. അപ്പോൾ ആ ഒരു വരുമാനം അത്രയും ഡോളർ ഇവർക്ക് വന്ന് സ്ഥിരമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സിൽവർ പ്ലേ ബട്ടനൊക്കെ കിട്ടിയ ചാനലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഇപ്പോൾ അവർക്ക് ഏകദേശം ഇപ്പോൾ ഒരു 12,000 എന്നൊക്കെ പറയുമ്പോൾ എത്ര ലക്ഷം രൂപയായി? 10 ലക്ഷത്തിൻ്റെ ആ ഒരു ആവറേജ് അവർക്ക് എല്ലാ മാസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും, ചിലർക്കൊരു ഇപ്പോഴും വിശ്വാസം വന്നിട്ടുണ്ടായിരിക്കില്ല. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മറ്റു പലർക്കൊക്കെ, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എൻ്റെ ഫോളോവേഴ്സിനാണെങ്കിൽ കൂടിയും ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഓക്കെയാണ്, ഇത്രയും വ്യൂസ് വരുന്ന ചാനലാണ്, സോ കിട്ടാം. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബിൽ ഇതുവരെ റീച്ച് ആകാത്ത, അല്ലെങ്കിൽ റീച്ച് ആവാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഡോളർ കിട്ടുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ ഞാൻ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ എന്താണോ ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ സ്ക്രീൻ റെക്കോർഡ് റവന്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ എൻ്റെ മറ്റൊരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ച, നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വരുമാനം
കിട്ടുന്ന ചാനൽ ഇത്രയൊക്കെ വരുമാനം ലഭിക്കുമോ എന്നുള്ള രീതിയിൽ ചോദിക്കാനുണ്ടായ കാരണം അവർക്ക് ഇതുപോലൊരു വീഡിയോ ലഭിച്ചു. അതിൽ ഒരുപാട് ഡോളർ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു വിശ്വാസ്യത, അത് ശരിയാണോ, ഇത്രയൊക്കെ ഡോളർ കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു മറുപടി ഒരു സ്ക്രീൻ റെക്കോർഡായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഇതുപോലെയുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ, വീഡിയോസൊക്കെ വരും, ഇത്ര ലക്ഷം രൂപ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഫോട്ടോഷോപ്പ് ആകുമ്പോൾ നിങ്ങൾ സംശയിക്കും, ചുമ്മാ പറയുകയാണ് ഇങ്ങനെ എന്താ പറയുക, ഒന്നും കാണിക്കാതെ പറയുമ്പോഴും നിങ്ങൾക്ക് സംശയിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സ്ക്രീൻ റെക്കോർഡ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഓരോ ഡോളറും നമുക്ക് ഓരോ കറൻസിയും ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ നേരെ എന്ത് ചെയ്യുന്നു, ഇത് ഇന്ത്യൻ റുപ്പിയിലേക്ക്, ഇപ്പോൾ എനിക്ക് ഈ ഒരു ചാനലിൽ 16 ലക്ഷത്തിലധികം റവന്യൂ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഇന്ത്യൻ റുപ്പിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഡോളർ എന്നുള്ളത് ഞാൻ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൂടി മാറ്റി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡോളർ ഞാനിപ്പോൾ നേരെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു, സെറ്റിങ്സ് എടുക്കുന്നു, എന്നിട്ട് ഞാൻ ഇന്ത്യൻ റുപ്പി INR സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, നമുക്ക് നേരത്തെ 19,000-ലധികം ഡോളറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 16 ലക്ഷത്തിലധികം രൂപ ഇന്ത്യൻ കറൻസി അവിടെ കാണണം. പക്ഷേ റുപ്പീസ് വന്നപ്പോൾ 10,597 രൂപയെ അവിടെ കാണുന്നുള്ളൂ. ഇതെങ്ങനെ ശരിയാവും? 19,000-ലധികം ഡോളർ, 19,131 ഡോളർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എമൗണ്ട് എന്ന് പറയുന്നത് 16 ലക്ഷമാണ്. ആ 16 ലക്ഷം ഇവിടെ കാണുന്നില്ല, വെറും 10,597 രൂപയെ ഇപ്പോൾ ലാസ്റ്റ് 28 ഡേയ്സിൽ ഇവിടെ കാണുന്നുള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചു? ഡോളർ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 86 രൂപ ഇപ്പോൾ ഉണ്ട് മൂല്യം കണക്കാക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ 16 ലക്ഷം കാണണം. പക്ഷേ ഇവിടെ 10,597 റുപ്പീസിൻ്റെ ചിഹ്നത്തിൽ കാണുന്നുള്ളൂ. ഇവിടെയാണ് നിങ്ങൾ ആ ഒരു പോയിൻ്റ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കറൻസി അവിടെ നമ്മളെ എല്ലാ ചാനലും യൂട്യൂബ് സ്റ്റുഡിയോയിൽ സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറൻസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു കറൻസി എന്നുള്ള ഭാഗത്ത് നമ്മൾ ഇന്ത്യൻ റുപ്പി, അതുപോലെ നമുക്ക് റിയാലിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം, സിംഗപ്പൂർ ഡോളർ, അങ്ങനെ ജമൈക്കൻ ഡോളർ, അങ്ങനെ ഒരുപാട് ഡോളറിൻ്റെ പല എന്താ പറയുക വ്യത്യസ്ത കറൻസികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചത് ജമൈക്കൻ ഡോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറൻസിയാണ്. അപ്പോൾ ജമൈക്കൻ ഡോളർ ചെയ്യുമ്പോൾ നമ്മളെ US ഡോളറിൻ്റെ അതേ സിമ്പിളാണ് വരുന്നത്. പക്ഷേ 19,131 ഡോളർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരികയാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന സ്ക്രീൻ റെക്കോർഡുകളുടെ വീഡിയോൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് എന്താ പറയുക, 16 ലക്ഷം കിട്ടുന്ന ചാനലൊന്നും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ യൂട്യൂബിലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ചാനലിൽ നമ്മൾ USDയിലേക്ക് മാറ്റുമ്പോൾ വെറും 121 ഡോളറാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ യഥാർത്ഥ വരുമാനം എന്നുള്ളത്. ഇനി നമുക്കിത് സിംഗപ്പൂർ ഡോളറിലേക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ നേരെ 164 ഡോളർ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവരുടെ കറൻസിയുമായിട്ടുള്ള മൂല്യത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജമൈക്കൻ ഡോളറിലേക്ക് ഇപ്പോൾ ഞാൻ മാറ്റുന്നു. അപ്പോൾ നോക്കൂ, 19,131 ഡോളറായി. അപ്പോൾ ഇങ്ങനെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിൽ, കാരണം നിങ്ങളുടെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ യൂട്യൂബിനെ കുറിച്ചായതുകൊണ്ട് നിങ്ങളിലേക്കായി ഇതുപോലെയുള്ള അഡ്വർടൈസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നു തുടങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതിൻ്റെ ശരിയും അല്ലെങ്കിൽ സാധ്യതകൾ, ഇത് ഇങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്ന് അറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂസ്ഫുള്ളാകും. നിങ്ങൾ കുറേയൊക്കെ പറ്റിക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം. നമുക്കിപ്പോൾ 120 ഡോളറുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് വലിയ ഡോളർ കിട്ടുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കണം. ഇപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബർക്ക്, നമ്മുടെ ഈ ഒരു ജിനീസ് കിച്ചൺ എന്നുള്ള സബ്സ്ക്രൈബർക്ക് ഞാൻ ഭയങ്കരമായിട്ട് വലിയ ഡോളർ കിട്ടുന്നുണ്ട് എന്ന് അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ജമൈക്കൻ ഡോളർ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ മറ്റുള്ളവർക്ക് മുന്നിൽ നമുക്ക് പറയാൻ പറ്റും, ഇത്രയും ഡോളർ കിട്ടുന്ന ഒരു ക്രിയേറ്ററാണ് ഞാൻ എന്നുള്ളത്. ആ രീതിയിൽ നേരെ റിവേഴ്സായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ജിനീസ് കിച്ചണ് ഇത്രയും 19,131 ഡോളർ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ 16 ലക്ഷത്തിലധികം രൂപ മാസം എനിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എല്ലാവരും സംഭവമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ
അവരുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ വല്ല രൂപയും കടം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അയ്യോ ഇത്രയൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കടം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കും. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എത്രയാണ് വരുമാനം വരുന്നത്, എത്ര വ്യൂസിന് എത്രയെന്നൊക്കെ ഉള്ളതൊക്കെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി പേയ്മെൻറ്റ് ലഭിച്ചു തുടങ്ങുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുക. അതല്ലാതെ പുറത്തുനിന്ന് കാണുന്നവർക്കൊക്കെ അവർ യൂട്യൂബറാണോ എങ്കിൽ നല്ല വരുമാനം നേടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പലരും ചിന്തിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ വരുമാനം പെരുപ്പിച്ച് കാണിച്ച് ഇതുപോലെയുള്ള സെറ്റിങ്സ് ഉപയോഗിച്ച് പെരുപ്പിച്ച് കാണിക്കുമ്പോൾ ഇതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ക്യാഷ് കടം ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കാൻ നമ്മളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ യൂട്യൂബിലെ ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇതെങ്ങനെയൊക്കെ മറ്റുള്ളവർ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. പിന്നീട് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പലരും മറക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ കമൻറ്റുകൾ അത്രയും ഞാനിപ്പോൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ കൂടെ നിങ്ങളുടെ സംശയങ്ങൾ കൂടി കമൻറ്റിൽ നിങ്ങൾ മാക്സിമം രേഖപ്പെടുത്തുക. കാരണം പലർക്കും റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ, അല്ലെങ്കിൽ നമ്പറിൽ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട്. മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ പൊതുവായിട്ടുള്ള സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.